ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ കൈക്കോ കാലിനോ വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അതൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കില് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ പോലീസ് ഞങ്ങൾ അന്വേഷിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. ഇനി മേലിൽ അച്ചച്ചേച്ചിയുടെയോ കുഞ്ഞിന്റെയോ നേരെ ഒരു ചെറു വിരൽ ഉയർത്തിയാ ഞങ്ങള് പെണ്ണുങ്ങളും മതി. നിങ്ങൾ ഇതിനകത്തിട്ട് കത്തിച്ചു കളയും, മനസ്സിലായോ? എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്റെ അച്ഛൻ ചതച്ചിട്ടല്ല. നന്ദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പൊക്കോണം. ആ പാവം നിങ്ങൾ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ഇനി നിർത്തിക്കോ. ഇതുവരെ ചെയ്തു കൂട്ടിയതിന്റെ കണക്ക് വെച്ച് നോക്കിയാ നിങ്ങളോട് ഇതൊന്നും ചെയ്താ പോരാ. എന്നാലും ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയ നിങ്ങളുടെ ശവം വീഴ്ത്തിയിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ. ഓർത്തോ? വാടി പോവാ. പോകുന്നതിന് മുമ്പ് നീയൊക്കെ ഞാൻ ചത്തുന്ന് ഉറപ്പുവരുത്തിട്ട് വേണം പോവാൻ. എന്റെ ശരീരത്തിൽ അല്പമെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വരൂടി. നിന്നെയൊക്കെ തീർക്കുകയും ചെയ്യും. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മക്കളുടെയും അന്ത്യം കണ്ടേ ഞാൻ അടങ്ങൂ. കേട്ടോടി? ഞങ്ങൾ അവർക്ക് വേണ്ടതുപോലെ പണി കൊടുത്തിട്ടുണ്ട്. ഇനി ഏരിയയിലേക്ക് അവര് വരില്ല. അജി ചേച്ചി ഇവക്കിട്ട് നല്ലപോലെ കിട്ടി. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. ഇതിന്റെ കൂട്ടത്തിൽ അതെനിക്ക് തിരിച്ചു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി ഉടനെയൊന്നും അവരൊന്നിനും ചാടി പുറപ്പെട്ടു വരില്ല. അതൊന്നും പറയാൻ പറ്റില്ല. മുറിച്ചിട്ടാ മുറി കൂടി തിരിച്ചു വരുന്ന ഐറ്റം അതിന്റെ ചേച്ചി. നിങ്ങൾ എന്ത് പണിയെ പിള്ളേരെ കാണിച്ച്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി പോലീസും കേസും ഒക്കെ ആവില്ലേ? എന്ത് കേസ് വന്നാലും ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം. നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട. ഞാൻ പോയി ജയിലിൽ കിടന്നോളാം. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി അവരെ തീർക്കണമെന്നാ ഞാൻ കരുതിയത്. അവര് ഒരു കേസിനും പോവില്ല. ആരോടും ഒരു പരാതി പറയേയില്ല. എന്തെങ്കിലും ചെയ്താ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്ന് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാള് കൊള്ളാലൂടി. ഇവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ വാശി അവിടെ പോയി തല്ലാൻ. എന്റെ കൂടപ്പിറപ്പായി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊന്നേനെ. സഹിക്കാവുന്നതിന്റെ പരമാവധി ഏട്ടത്തിൽ സഹിച്ചില്ലേ? പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയിട്ട് പിന്നെ അതിന്റെ മുകളിൽ JCB കൊണ്ടുവന്ന് കുഴിയെടുത്ത് കുഴിച്ചുമൂടാൻ ശ്രമിച്ചാ നമ്മൾ എന്ത് ചെയ്യണം? അർച്ചനടുത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിരിക്കും. പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ അല്ല എനക്ക്? പിന്നെ അല്ലാതെ. കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതാണോ ചെറിയ ചെറിയ കാര്യങ്ങള്?
നിന്നെയൊക്കെ എങ്ങനെ വിട്ടാലേ നീയൊക്കെ പോയി ഗുണ്ടാ സംഘം തന്നെ ഉണ്ടാക്കുമല്ലോ. ആ, അതിനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു പേര് വിടാം, നെല്ലിശ്ശേരി ഗുണ്ടാ സംഘം പ്രൈവറ്റ് ലിമിറ്റഡ്. അയ്യോ, അവരെ പോലുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോ അത്ര മയത്തിലായേ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ല കട്ടിക്ക് ഞങ്ങളങ്ങ് കൊടുത്തു. ഇത് അച്ഛനറിഞ്ഞോ? ഏയ്, വേറെ ആരും അറിഞ്ഞിട്ടില്ല. അങ്കിള് തറിയുമ്പോ സന്തോഷം കൂടെ ഉള്ളൂ. ആ, ഒരു കാര്യം ഞങ്ങൾ പറയാം. ഇനിയായാലും അവര് നെല്ലിശ്ശേരി വീടിനോ അർച്ചനടത്തേക്കോ നേരെ വന്നാ ഇതുപോലെ ഞങ്ങള് ഇനി അവരെ പഞ്ഞിക്കിടും. എന്തായാലും അവന്തിയടുത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഒരു ഗുണ്ടയും അവിടെ ഉണ്ടായിരുന്നു, അവനെ ഞങ്ങൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഹ, ശ്ശോ. എന്തായാലും 3 പേരും കൂടി നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലും. ബാക്കി അച്ഛൻ തന്നോളൂ. ഇതറിയുമ്പോ അച്ഛൻ ഞങ്ങളെ സ്വീകരിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പാ. ആ, സപ്പോർട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയിന്ന് അച്ഛൻ എന്തായാലും പറയത്തില്ല. എന്റെ ഭഗവാനെ, ഇവളുമാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എവിടെ തോറ്റു? ഇപ്പൊ ഞങ്ങൾ ജയിച്ചല്ലേ വന്നിരിക്കുന്നേ. തോറ്റു പോയിരിക്കുന്നതേ ഏട്ടത്തിയുടെ ശത്രുവാ. ഇതേ അവരുടെ തകർച്ചയുടെ ആരംഭമാ. അതെ, സമയം ഒരുപാട് ലേറ്റ് ആയി പോയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വരട്ടെ ഏട്ടത്തി. ശരി, പോയിട്ട് വരാം. ശരി. ശരി. അത് കലക്കി. അപ്പോ നിങ്ങൾ അവളെ ശരിക്കും പഞ്ഞിക്കിട്ടു അല്ലേ? അവളുടെ കൈക്കോ കാലിനോ വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അതൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കില് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ പോലീസ് ഞങ്ങൾ അന്വേഷിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലെന്താ, വേണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കും. ആ, അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഇനി തീരുമാനിച്ചിട്ടില്ല. ഒരു കാരണം തടിച്ച മറു കാരണവും കാണിച്ചു കൊടുക്കുന്ന പരിപാടി അതിനി വേണ്ട. ഇതിന്റെ പേരിൽ നിങ്ങളെ ഒരു പോലീസും കൊണ്ടുപോയില്ല. എന്ത് കേസ് വന്നാലും അത് അച്ഛൻ നോക്കിക്കോളാം. ശത്രുക്കളെ സ്നേഹിക്കാന്നുള്ള അങ്കിളിന്റെയും അർച്ചനേട്ടത്തിന്റെ ലൈൻ ഇനി നടക്കത്തില്ല. നമ്മുടെ ശത്രുക്കളെ നമ്മളും ശത്രുക്കളായി തന്നെ കാണണം. അവന്തിയെ നിന്റെ ചേച്ചിയാണ്.